ആക്ഷൻ. ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ പാർട്ട് 4. ഇനി അങ്ങോട്ട് ഡെയിലി വ്ളോഗ് ഇടാനാണ് പ്ലാൻ. അതായത് എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ എന്താണോ അത് വ്ളോഗായി പ്ലാൻ ചെയ്യുക. വ്യൂസ് കുറവാണ്, കുഴപ്പമൊന്നുമില്ല, കാണുന്നവർ കാണാൻ, അവർക്ക് ടൈം പാസിനായിട്ട് നമ്മൾ വ്ളോഗ് ഡെയിലി ഇടും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ, അതായത് വീഡിയോ ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമുക്ക് വന്ന മാറ്റങ്ങൾ. അതായത് നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ആളുകൾ, അതേപോലെ നമുക്ക് കിട്ടുന്ന ചിരി, അംഗീകാരം പറയുമ്പോൾ ഒരു ചിരിയായ അംഗീകാരം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അത് അപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നിപ്പോൾ ഞാൻ അക്ഷയ സെന്ററിൽ പോയി, അക്ഷയക്ക്. ഓക്കെ, ഒരു വോട്ടർ ഐഡിൻ്റെ കാര്യത്തിന് പോയതാണ്, ശരിയായില്ല. അത് കുറച്ച് പേപ്പർ കൂടി വേണം പറഞ്ഞപ്പോൾ നാളെ ഇനിയും പോകണം. അങ്ങനെ നമ്മൾ അതിന് പോയപ്പോൾ അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു, അവിടെ വർക്കറാണ്. അപ്പോൾ ഞാൻ അവിടെ ഫസ്റ്റ് പോയപ്പോൾ തന്നെ ചിരിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അറിയില്ലല്ലോ വീഡിയോ കാണുന്ന പറയുന്ന ആളായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് പോരാൻ നേരത്ത് ഇതൊക്കെ പറഞ്ഞു, കുറെ പേപ്പർ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്ത് ചേച്ചിനെ വിളിച്ചു, നിങ്ങളെ പേരെന്താ ചോദിച്ചോട്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് റയാന്. നിങ്ങൾ വല്ല ഇൻഫ്ലുവൻസർ ആണോ ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ മടിയിൽ ആ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യലുണ്ട്, കണ്ടു പറഞ്ഞു. അപ്പൊ നമുക്ക് സന്തോഷമായി. കാരണം അങ്ങനെ ഒരാളല്ല, അങ്ങനെ ഒരുപാട് പേര് പറയലുണ്ട്. താങ്ക് യു. ഞാൻ ഒരുപാട് പേര് അങ്ങനെ ഇന്നെ ചിലപ്പോ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, കാണാതെ ഞാൻ ചിലപ്പോ ആറ്റിറ്റ്യൂഡ് പോയിട്ടുണ്ടാവും. അത് കണ്ടിട്ടില്ല, നമ്മൾ അറിയില്ല. ഞാൻ സാധാരണ നോർമലായിട്ട് വാക്ക് ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ഞാൻ കണ്ടിട്ട് ഞാൻ ചിരിക്കും കണ്ടാല്. ഓക്കെ, അല്ലാതെ എനിക്ക് അറിയില്ല ഞങ്ങള് ഒന്നും വിചാരിക്കരുത്. അതേപോലെ വേറൊരു സംഭവം, ഇതേപോലെ ഇന്നലെ ഞാൻ മിന്നാന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങി റോട്ടിക്ക് സ്കൂട്ടർ ബാക്ക് എടുത്തിട്ട് ഇങ്ങനെ നിർത്തിയതും ഒരു അറിയുന്ന താത്ത ഒരു 100 മീറ്റർ അപ്പുറത്ത് ചിരിച്ചു നടന്നു വരിക. എൻ്റെ അറിയുന്ന ആളഞ്ഞ നമ്മളൊരു കുറച്ചപ്പുറത്തുള്ള ഒരു വീട് തന്നെയാണ്, അനിയന്റെ കൂട്ടുകാരന്റെ ഉമ്മയാണ്. അങ്ങനെ ആ താത്ത വന്നപ്പോ ഇതേപോലെ ഞാൻ പോയില്ല, അപ്പോ ഇങ്ങനെ ചിരിച്ചല്ല, അപ്പൊ സംസാരിച്ചിട്ട് പോകരുതി. ഇങ്ങനെ ചോദിച്ചു, വന്നേക്ക് ചോദിച്ചു, അനക്ക് നല്ല അടിയിട്ടുണ്ടല്ലേ ചോദിച്ചു. വന്നേക്ക് ചോദിക്കാൻ എനിക്ക് നല്ല അടിയിട്ടുണ്ട് ചോദിച്ചു. അപ്പൊ ആരേക്കൊന്ന്, അല്ല എന്റെ തലയൊക്കെ പൊട്ടിന്നില്ലേ, ചോദിച്ചു. കരഞ്ഞീന്നല്ലോ, കമ്പ്യൂട്ടർ എന്റെ അനിയൻ തല്ലിയില്ലേ. അപ്പൊ ഞാൻ മനസ്സിലായില്ലായിരുന്നു. ആ ചെങ്ങ എന്നെ ആ കാട്ടില് എന്തോ മയക്കുമരുന്ന് കടിച്ചിട്ട് അന്നെ അനിയൻ തലക്കടിച്ചിട്ട് കരഞ്ഞീന്നല്ലോ, തല സ്റ്റിച്ചൊക്കെ ഉണ്ടോ ചോദിച്ചോട്. അപ്പോൾ മനസ്സിലായത് വീഡിയോത്തെ സംഭവം, സ്ക്രിപ്റ്റ് വീഡിയോ കണ്ടിട്ട് ചോദിക്കാതെ താത്ത എഴുതിക്കുന്ന ഒറിജിനലാണ്, റിയൽ ആണെന്നാണ്. അപ്പോൾ അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല, അത് അവര് അവരുടെ ഒരു ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, താത്ത അത് ഫുൾ അഭിനയാണ്, ഞാൻ അത് സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ്, ഷൂട്ട് ചെയ്ത് ആദ്യമൊക്കെ സൗണ്ട് കൊടുത്താലും തല്ലിയിട്ടില്ല, അഭിനയാന്ന് പറഞ്ഞു. അത് അഭിനയം, അപ്പൊ ഇതിനൊക്കെ അറിയണേ, അതും അഭിനയം എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ഒരു ഇൻസിഡന്റ്. ലാസ്റ്റ് താത്ത പറഞ്ഞു, എടാ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലടാ, ഞങ്ങൾ വിചാരിക്കുന്നത് ഒറിജിനലാണെന്നാണ്, അന്നെ ആൾക്കാർ തല്ലുന്നു, സ്വന്തം അനിയൻ എന്ന് തല്ലി. അപ്പൊ ആ വീഡിയോയിലെ പറഞ്ഞു, ആ വീഡിയോ ഓൻ്റെ അനിയനല്ല, ഓനൊരു കൂട്ടുകാരനാണ്, ഞാൻ ചതിച്ചതിനാണ് ഓനെ തല്ലണത്, അങ്ങനെ ഒരു കഥയാണ്, സിനിമ പോലെ ഒരു കഥ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പോന്നു. അങ്ങനെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട്. ഓരോന്ന് ഞാൻ ഓരോരോ വ്ളോഗായിട്ട് പറയും. എല്ലാം കൂടെ ഒന്നിലാക്കിയ ടൈം കുറെ പോകും, അതാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഇനി നമുക്ക് അടുത്ത വ്ളോഗായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.